ഒരാഴ്ചയോളായി ഒരു വൈറൽ ഫീവർ നമ്മളെ വീടിനെ ചുറ്റിപ്പറ്റി നടക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ ഐസൂനെയാണ് പിടിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് 2-3 ദിവസമായിട്ട് വീഡിയോസ് ഒന്നും കാണാഞ്ഞത്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും തക്കാളി ചട്നിയാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇവിടെ തൊട്ടയൽപ്പക്കം എന്ന് പറഞ്ഞത് ഈ അംഗനവാടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു 10 മണി മുതൽ 3 മണി വരെ ഇവിടെ ഭയങ്കര ഒച്ചയും ബഹളമൊക്കെയാണ്. അധ്യയന പിന്നെ നോക്കും വേണ്ട, കൂട്ടക്കരച്ചിലേക്കാരം. ഇന്നിപ്പോൾ ഐസൂന് ക്ലാസ്സിനൊന്നും പറഞ്ഞേക്കണില്ല. രാത്രി നല്ല പൊള്ളുന്ന പനിയു. അപ്പം ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഇന്നലെ കാണിച്ചിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് വലിയ മാറ്റമൊന്നുമില്ല. ഇനിയിപ്പോൾ പോയിട്ടൊന്ന് ഡ്രിപ്പ് ഇടാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതെന്താ ഈ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കണമെന്നാവൂലേ. ഇത് നമ്മളെ ഫുഡ് കഫേക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് കുറച്ച് പലഹാരങ്ങൾ കൊടുത്തു വിടലുണ്ട്. ഉമ്മച്ചി അത്യാവശ്യം നല്ല കുക്കാണ്. അപ്പം ഉമ്മച്ചിനെ കൊണ്ട് കഴിയണ രീതിക്ക് കുറച്ച് പലഹാരങ്ങൾ കൊടുത്തു വിടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഏകദേശം 3 മണി 3:30 ആവാനായിട്ടുണ്ട്. ഞങ്ങൾ അതൊക്കെ ഒന്ന് പാക്ക് ചെയ്തിട്ട് ഞാനാണ് കേട്ടോ കൊണ്ടുപോയി കൊടുക്കുന്നത്. അതിൻ്റെ മുന്നായിട്ട് ലഞ്ച് കഴിക്കാൻ വിചാരിച്ചു. ഇതൊക്കെ പ്രിപ്പയർ ചെയ്യണതിൻ്റെ ഇടയിൽ ഞാൻ ലഞ്ച് കഴിക്കാൻ മറന്നിരുന്നു. ഞാനല്ല, ഉമ്മി അനിയത്തി ആരും കഴിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ കുറച്ച് ലേറ്റായി കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ഐറ്റംസ് ഒക്കെ ആയിട്ട് ഫുഡ് കഫേയിലെത്തിട്ടോ. ഇതിവിടെ കൊടുത്ത് തിരിച്ച് വന്നിട്ട് വേണം എനിക്ക് ഐസൂനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാൻ. ഒന്നൊന്ന് ആവി പിടിപ്പിക്കണം. ഇനി ഡ്രിപ്പ് ഇടാൻ പറ്റുകയാണെങ്കിൽ ഡ്രിപ്പ് ഇടണം. കാരണം ഫുഡൊന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ നല്ല ക്ഷീണമാണ്. ഡ്രിപ്പ് ഇട്ടാൽ സുഖമാവുമെന്ന് വിചാരിക്കണോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഹോസ്പിറ്റലിൽ പോയി. അവിടെ എത്തി ഒന്ന് അവിടിച്ച് ഡ്രിപ്പ് ഇട്ടപ്പം ചെറിയൊരു ഉഷാറൊക്കെ വന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.